ഇപ്പോൾ കോട്ടയത്തെ മുൻ BJP ജില്ലാ പ്രസിഡന്റ് എൻ ഹരി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ എൻ ഹരി, AV റസൽ എന്ന CPIM നേതാവിനെ, പൊതുപ്രവർത്തകനെ എങ്ങനെയാണ് താങ്കൾ ഓർക്കുന്നത് ഈ ഘട്ടത്തിൽ? അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരുന്ന സമയം മുതലാണ് എനിക്കറിയാവുന്നത്. ഞാൻ ആ സമയത്ത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്തുള്ള ചങ്ങനാശ്ശേരിയിൽ വെച്ചിട്ടുള്ള നല്ലൊരു ബന്ധം എനിക്ക്, അല്ലെങ്കിൽ പരസ്പരം പല പരിപാടികളിലും നേരിട്ട് കാണുവാനും ഒക്കെ ഇടയായി. അതിനുശേഷം അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയപ്പോഴും പല പരിപാടികളിലും എല്ലാം വെച്ച് തന്നെ കാണുകയും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ശരി, കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുകയും പൊതു രംഗത്തിൽ വളരെ നല്ല മികവോടെ മിതഭാഷിയായി, അല്ലെങ്കിൽ വലിയ ചടുലമല്ലാത്ത ഒരു പ്രവർത്തനങ്ങളിലൂടെ എല്ലാവരോടും മിതമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആള് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ദേഹവിയോഗം സംഭവിച്ചത്, അത് ആ പാർട്ടിക്കും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിനും വന്നു ചേർന്നിട്ടുള്ള ആ ഒരു ഞെട്ടലില്, അല്ലെങ്കിൽ ആ ഒരു വിയോഗത്തില് അഗാധമായ ഒരു ദുഃഖം രേഖപ്പെടുത്തുവാനാണ് ഞാൻ ഈ സമയം വിയോജിക്കുന്നത്. ശരി എൻ ഹരി, തീർച്ചയായും സനോജിലേക്ക് തന്നെ തിരികെ പോയാൽ, സനോജ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു പൊതുപ്രവർത്തന രീതിയായിരുന്നു AV റസലിൻ്റേത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആശയത്തിൽ നിന്ന് അണുകിട വ്യതിചലിക്കാതെ പാർട്ടി പ്രവർത്തനത്തിലാണ് ഈ സർവ്വസ്വീകാര്യമായ തലം അദ്ദേഹം ക്രിയേറ്റ് ചെയ്തെടുത്തതെന്നുള്ളതാണ് ആ വ്യക്തി എന്ന നിലയിൽ കൂടിയുള്ള, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ അംഗീകാരം. ശ്രീ സനോജ് സുരേന്ദ്രൻ. ഇപ്പോൾ നാട്ടകം സുരേഷ്, DCC പ്രസിഡന്റ്, കോട്ടയത്തിൻ്റെ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ നാട്ടകം സുരേഷ്, AV റസൽ എന്നത് CPIM-ന് മാത്രമല്ല, കോട്ടയത്തിൻ്റേത് മാത്രമല്ല, കേരളത്തിൻ്റെ തന്നെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിലെ ഒരു നഷ്ടമായി മാറിയിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയത്തെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. റസല് വളരെ അടുത്ത ഒരു സ്നേഹിതനായിരുന്നു എൻ്റെ. റസലിന്റെ വേർപാട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പും അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നതാണ്. രാഷ്ട്രീയത്തിന് അതീതമായ വലിയൊരു ബന്ധമായിരുന്നു അദ്ദേഹവുമായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വേർപാട് പെട്ടെന്ന് അംഗീകരിക്കാൻ, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. വലിയ ഒരു സൗഹൃദത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഈ രോഗ ചികിത്സിച്ചൊക്കെ ഭേദമായി ഈ പുതിയതായി അദ്ദേഹം എത്തിയ ജില്ലാ സെക്രട്ടറി പദത്തിലേക്ക്, തുടർച്ചയാണെങ്കിൽ പോലും പുതിയ കമ്മിറ്റി തിരഞ്ഞെടുത്ത ജില്ലാ സെക്രട്ടറി എന്ന പദവിയിലേക്ക് കൂടുതൽ ഊർജ്ജവത്തായി തിരിച്ചു വരും എന്നൊക്കെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്, അല്ലേ നാട്ടകം സുരേഷ്? അതെ, തീർച്ചയായിട്ടും. അദ്ദേഹവും അങ്ങനെ വലിയൊരു ആത്മവിശ്വാസത്തിലായിരുന്നു. എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, അതിന്റെ ഫസ്റ്റ് സ്റ്റേജിലാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു അദ്ദേഹം. പക്ഷേ വളരെ പെട്ടെന്ന്. തീർച്ചയായും നാട്ടകം സുരേഷ്.